ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തെ അധിക്ഷേപിച്ച കേസിൽ സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസിനെ കോടതിയിലെത്തിച്ചു. കോടതിക്ക് മുന്നിൽ മോഹൻദാസിനെതിരെ എസ്.എഫ്.ഐ കരിങ്കൊടി കാണിച്ചു. അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ടി.ജി. മോഹൻദാസിനെ കോടതിയിലെത്തിച്ചു. മോഹൻദാസിനെതിരെ കോടതി പരിസരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉടലെടുത്തത്. എസ്.എഫ്.ഐ പ്രവർത്തകർ മോഹൻദാസിനെതിരെ കരിങ്കടി കാണിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും ഡൽഹിയിലെ CJP സമരത്തിലാണ്, ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സമരത്തെ അധിക്ഷേപിച്ച കേസിലാണ് എന്തായാലും സംഘപരിവാർ സഹയാത്രികനായ ടി.ജി. മോഹൻദാസിനെ കോടതിയിലെത്തിച്ചത്. ഈ ഒരു സമയത്ത് കോടതിയിലെത്തിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം കോടതി പരിസരത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മോഹൻദാസിനെതിരെ എസ്.എഫ്.ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ കേസ് ചേർന്നു. അപർണ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ കോടതി കവാടത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. എസ്.എഫ്.ഐ പ്രവർത്തകർ മോഹൻദാസിനെതിരെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പ്രസ്താവന നടത്തിയ BJP സഹയാത്രികനായ ടി.ജി. മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിലാണ് ഇത്തരം നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധമാണ് ഉണ്ടായത്. ഇന്ന് 2 മണിയോടുകൂടി ഇത്തരത്തിൽ മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ എടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തെ കോടതി പരിസരത്തേക്ക് എത്തിക്കുന്നത്. പരിസരത്തേക്ക് എത്തിക്കുന്ന വേളയിൽ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടിയുമായി പോലീസ് ജീപ്പിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. എന്തായാലും മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മോഹൻദാസിനെ 2 മണിയോടടുത്താണ് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. കസ്റ്റഡിയിൽ വാങ്ങുവാൻ അന്വേഷണ സംഘത്തിന് താല്പര്യമില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. 4 കുറ്റങ്ങൾ ചുമത്തിയാണ് ഇത്തരത്തിൽ മോഹൻദാസിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. കലാപത്തിന് ആഹ്വാനം ചെയ്യൽ, വിവിധ വിഭാഗങ്ങൾ ശത്രുതയുണ്ടാക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ക്രമസമാധാനം തകർക്കുക എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നതടക്കമുള്ള 4 കുറ്റകൃത്യങ്ങളാണ് ഇത്തരത്തിൽ മോഹൻദാസിനെ എതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ കൊച്ചിയിൽ വെച്ചാണ് മോഹൻദാസിനെ പോലീസ് പിടികൂടിയത്. ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതും. ശരി, അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.